ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എ സ്റ്റഡി. അപ്പോൾ നമ്മൾ ഹൈറ്റ്സ് ഓഫ് ഹാർമണി എന്ന് പറയുന്ന സെക്കൻഡ് യൂണിറ്റിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ദ ഹവർ ഓഫ് ട്രൂത്ത് എന്നുള്ള ചാപ്റ്ററിൻ്റെ പാർട്ട് 1 ആണ് ഫിനിഷ് ചെയ്തത്. ഇത് പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ പാർട്ട് 1 എന്തൊക്കെയാണ് കവർ ചെയ്തതെന്ന് നോക്കാം. ഇതൊരു 1 ആക്ട് പ്ലേ ആണ്. ഇതിൽ വരുന്ന ക്യാരക്ടേഴ്സ് റോബോട്ട് ബാൽവിൻ, അതാണ് മെയിൻ ക്യാരക്ടർ. മാർത്ത അയാളുടെ വൈഫ്, ജോൺ അയാളുടെ മകന്, ഇവി അയാളുടെ മകള്, മാർഷൽ, ഗ്രിഷം. ഓക്കെ, ഇവരൊക്കെയാണുള്ളത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഗ്രിഷത്തിൻ്റെ ബാങ്കിൽ ഗവർണറാണ് ഈ റോബോട്ട്, നമ്മളുടെ ഹീറോ. അപ്പോൾ റോബോട്ട് അവിടെ ആ ബാങ്കിൽ ഒരു മിസ്അപ്രോപ്രിയേഷൻ കണ്ടുപിടിക്കുകയാണ്. ഈ ഗ്രിഷം ചെയ്ത ഒരു മിസ്അപ്രോപ്രിയേഷൻ, ഫണ്ടിൽ വരുന്നൊരു മിസ്അപ്രോപ്രിയേഷൻ. അപ്പോൾ അത് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഈ ബാൽവിൻ്റെ ഫാമിലിക്കൊക്കെ ഗ്രിഷത്തിനോട് ദേഷ്യം വരികയാണ്, ഗ്രിഷം ചെയ്ത ഈ പ്രവൃത്തിനോട്. പിന്നെ ബാൽവിൻ അതിന് വിറ്റ്നസ് ആയതുകൊണ്ട് മൊഴി കൊടുക്കാൻ ബാൽവിൻ വരണം. അപ്പോൾ ഈ ഫാമിലി മെമ്പേഴ്സൊക്കെ അച്ഛനോട് പറയാം ഗ്രിഷം ചെയ്തത് മോശം കാര്യമാണ്, അങ്ങനെ. പിന്നെ അവരറിയാണ് ഈ ഗ്രിഷം അച്ഛന്, അതായത് ഈ സത്യം വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അച്ഛന് പൈസ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പൈസ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര ഒരു എമൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്, $100,000. അപ്പോൾ അത് തരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അതിനോടുള്ളൊരു പൈസ കിട്ടിയാൽ നല്ലതായിരിക്കും, ഈ നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടൂല, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയായി മാറി. അതായത് ക്യാഷ് അവിടെ വന്നപ്പോൾ അവരുടെ മെൻറ്റാലിറ്റിയൊക്കെ മാറി, ഗ്രിഷത്തിൻ്റെ എന്നോടുള്ള ദേഷ്യമൊക്കെ ഇല്ലാണ്ടായി. പിന്നെ അവർ കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ് ബാൽവിനെ ക്യാഷ് മേടിക്കാൻ വേണ്ടി. ഇന്ന് ബാൽവിനോ അതിന് റെഡി ആവുന്നില്ല, കാരണം ബാൽവിൻ ഒരു ട്രൂത്ത്ഫുൾ ആയിട്ടുള്ളൊരു മാനാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മൾ സ്റ്റോറി പ്ലേ വരുന്നത്. അപ്പോൾ അതുവരെയാണ് നമ്മൾ നോക്കിയത്. ഇനി വരുന്ന സംഭവങ്ങൾ നോക്കാം. ഇനി വരുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ പാർട്ട് 2 എല്ലാവരും വാച്ച് ചെയ്യാം. പിന്നെ പാർട്ട് 1 കാണാത്തവർക്കായി പാർട്ട് 1ൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതും കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് ചിരിച്ചുകൊണ്ട് ബാൽവിൻ പറയാണ്. ദെൻ നെക്സ്റ്റ് ജോൺ, ബട്ട് യു വോണ്ട്, പക്ഷേ നിങ്ങൾ പറയില്ലല്ലോ. ബാൽവിൻ ഷേക്കിംഗ് ഹിസ് ഹെഡ്. ദോസ് 3 words വുഡ് ചോക്ക് മീ ഇഫ് ഐ ട്രൈ ടു സ്പീക്ക് ദം. ആ വേർഡ് ഞാൻ പറയാൻ ശ്രമിക്കുമ്പോൾ എന്നെ അത് ചോക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. ചോക്ക് ചെയ്യുന്ന പറഞ്ഞാൽ എന്നെ ശ്വാസം മുട്ടിക്കും. ഞാനത് പറയാൻ ശ്രമിച്ചാൽ എന്നെ ശ്വാസം മുട്ടിക്കും. ഫോർ സം അതർ മാൻ പെർഹാപ്സ് ഇറ്റ് വുഡ് ബി ഈസി, ബട്ട് ഫോർ മീ, ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ അത് എളുപ്പമായിരിക്കാം, പക്ഷേ എനിക്കത് എളുപ്പമല്ല എന്നാണ് പറയുന്നത്. ആൾ ഓഫ് മൈ പാസ്റ്റ് വുഡ് റൈസ് അപ്പ് ആൻഡ് സ്ട്രൈക്ക് മീ ഇൻ ദി ഫേസ്. എല്ലാം ഞാൻ ഇത്രയും ചെയ്ത നല്ല പ്രവൃത്തികളൊക്കെ അവിടെ സ്ട്രൈക്കാവും. ലൈക്ക് ആ നന്മകളൊക്കെ, ഞാൻ പണ്ട് ചെയ്തിരുന്ന ആ നന്മകളൊക്കെ എൻ്റെ മുഖത്തടിക്കുന്ന പോലെയാവും ഞാൻ ഈ ഒരു തെറ്റ് ചെയ്ത. It would mean to the world that for years I had been living a lie, that I was not the honorable man I thought I was. ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും കാലം ജീവിച്ചതൊക്കെ ഒരു നുണയിലായി മാറും. അപ്പം ഞാൻ അത്രയും ഹോണറബിൾ അല്ലാത്തൊരു മാനായി മാറും എന്ന് പറയുന്നുണ്ട്. വെൻ ജോൺ ഗ്രിഷം ഓഫേർഡ് മീ മണി ഐ വാസ് ആംഗ്രി. ജോൺ ഗ്രിഷം എനിക്ക് പൈസ തന്നപ്പോൾ ഞാൻ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. ബട്ട് വെൻ ഐ റിജക്റ്റഡ് ഇറ്റ് ആൻഡ് ഹി ഷോഡ് നോ സർപ്രൈസ് ദെൻ ഐ വാസ് പ്ലീസ്ഡ്. അതായത് ഞാനത് റിജക്റ്റ് ചെയ്തപ്പോൾ ജോൺ അതിൽ സർപ്രൈസ്ഡ് ആയില്ല, കാരണം ജോണിന് ബാൽവിനിൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ അത് റിജക്റ്റ് ചെയ്യുന്നു ഉറപ്പായിരുന്നു ഗ്രിഷത്തിന്. അതുകൊണ്ട് ആ ഒരു റിജക്ഷൻ ഉള്ളത് എനിക്ക് പ്ലീസ്ഡ് ആണ്. അതായത് അത് സർപ്രൈസ് കാണാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിൽ സന്തുഷ്ടനാണ്. ഇറ്റ് വാസ് കോംപ്ലിമെൻറ്റ്, ഡോണ്ട് യു തിങ്ക് സോ. അതെനിക്കൊരു നല്ലൊരു സന്തോഷം തന്നു, അത് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അപ്പോൾ ജോൺ എ കോംപ്ലിമെൻറ്റ് വിച്ച് കോസ്റ്റ് യു $100,000. ഒരു കോംപ്ലിമെൻറ്റിന് $100,000 കോസ്റ്റ് വന്നോ? മാത ആഫ്റ്റർ എ പോസ്, വിൽ ദ ഡിപ്പോസിറ്റേഴ്സ് ലൂസ് മച്ച്? റോബോട്ട്, ഡെപ്പോസിറ്റേഴ്സിന് ഒരുപാട് കാശ് നഷ്ടമാവുമോ ചോദിക്കുകയാണ് മാത്ത. ബാൽവിൻ എംഫാറ്റിക്കലി, ഉറപ്പിച്ചിട്ട് ബാൽവിൻ പറയാണ്, ദ ഡിപ്പോസിറ്റേഴ്സ് വിൽ നോട്ട് ലൂസ് എ സെന്റ്. ഒരു രൂപ പോലും അവർക്ക് നഷ്ടാവില്ല. വി സർപ്രൈസ്ഡ് ബട്ട് ദ ന്യൂസ് സെഡ്. പക്ഷേ ന്യൂസ് പേപ്പർ അങ്ങനെയൊന്നല്ലല്ലോ പറയുന്നത് എന്ന് പറയാണ്. ബാൽവിൻ ഇൻറ്ററപ്റ്റ് ചെയ്തിട്ട് പറയാണ്, ദേ ഹാഡ് ടു പ്രിന്റ് സംതിങ് ദേ ഗസ്റ്റ്. ഐ നോ, ഐ ടെൽ യു. അവർക്ക് തോന്നിയത് അവർ പ്രിന്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. മാർത്ത, ബട്ട് യു നെവർ സെഡ് സോ ബിഫോർ. പക്ഷേ നിങ്ങൾ മുമ്പ് ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ബാൽവിൻ, ഐ ലെഫ്റ്റ് ദാറ്റ് ഫോർ ഗ്രിഷം. ഇറ്റ് വിൽ കം ഔട്ട് ടുമോറോ. ഞാനത് ഗ്രിഷത്തിന് വിട്ടുകൊടുത്തു, നാളെ എന്തായാലും സത്യം പുറത്തു വരും. ജോൺ, വൈ ടുമാറോ? വൈ ഡിഡ്ന്റ് യു സേ
സോ ബിഫോർ ദ പേപ്പേഴ്സ് ആസ് ഡ്യൂ ഓഫൺ ഇനഫ്. അതായത് എന്തിനു നാളത്തേക്ക് വെച്ചു, എന്തുകൊണ്ട് അതിന് മുമ്പ് പറഞ്ഞുകൂടാ. പേപ്പേഴ്സിൽ എല്ലാവരും നിങ്ങളോട് കുറേ ചോദിച്ചല്ലോ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന ഡെപ്പോസിറ്റേഴ്സിൻ്റെ മണി ലൂസ് ആവില്ല എന്നെന്തുകൊണ്ട് പറഞ്ഞുകൂടാന്നാണ്. ബാൽവിൻ നത്തിങ് ഫോഴ്സ് മീ ടു ആൻസർ ജോൺ. ഒന്നും എന്നെ ഫോഴ്സ് ചെയ്തിട്ട് ആൻസർ ചെയ്യിപ്പിക്കാൻ അവർക്ക് കഴിയില്ല എന്ന് പറയുന്നത്. ദർ ഇസ് എ പോസ്. ജോൺ ദേ ആർ ഗോയിങ് ടു പണിഷ് ഗ്രഷം ആറിൻ ദേ. അതായത് ജോൺ ചോദിക്കുകയാണ് ഗ്രഷത്തിന് എന്തായാലും പണിഷ്മെൻറ്റ് കിട്ടൂലേ ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. ബാൽവിൻ ഐ ആം അഫ്രൈഡ് സോ. കിട്ടുമെന്നാണ് തോന്നുന്നത്. ജോൺ വാട്ട് ഫോർ. എന്തിനു വേണ്ടിയിട്ടാണ് കിട്ടുക. അപ്പം ബാൽവിൻ മിസ് അപ്രോപ്രിയേറ്റിംഗ് ദി ഫണ്ട്സ് ഓഫ്. അതായത് ഫണ്ട്സിൽ മിസ് അപ്രോപ്രിയേഷൻ കാണിച്ചതിനാണ് കിട്ടുന്നുണ്ടാവുക പണിഷ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ജോൺ ഇൻറ്ററപ്റ്റിംഗ് ഹോ ഐ നോ ദാറ്റ് ബട്ട് വാട്ട് ക്രൈം ഹാസ് ഹീ കമ്മിറ്റഡ്. പക്ഷെ എന്ത് ക്രൈമാണ് അതിലുള്ളത്. ബാൽവിൻ ദാറ്റ്സ് എ ക്രൈം ജോൺ. അതൊരു ക്രൈം തന്നെയാണ് ജോൺ. മിസ്അപ്രോപ്രിയേറ്റിംഗ് ഒരു ക്രൈം തന്നെയാണെന്നാണ് പറയുന്നത്. ഇവി ബട്ട് ഇഫ് നോബഡി ലൂസസ് എനിത്തിങ് ബൈ ഇറ്റ്. അപ്പോൾ പക്ഷെ ആർക്കും ഡെപ്പോസിറ്റേഴ്സിനൊന്നും നഷ്ടമാവണില്ലല്ലോ, പിന്നെന്താ പ്രശ്നം. ബാൽവിൻ ഇറ്റ്സ് എ ക്രൈം നെവർട്ട്ലെസ്. അതായത് തെറ്റ് തന്നെയല്ലേ എന്നുള്ളത് പറയുന്നുണ്ട്. ജോൺ ആൻഡ് ദേ ആർ ഗോയിങ് ടു പണിഷ് ഹിം ഫോർ ഇറ്റ്. അല്ലെ നാളെ എന്തായാലും ഗ്രേഷത്തിന് അതിൻ്റെ പേരിൽ പണിഷ് ചെയ്യപ്പെടുമല്ലോ. അപ്പോൾ ബാൽവിൻ ദേ കാൺട്ട് ലെറ്റ് ഹിം ഗോ ജോൺ, ഹീ ഈസ് ടു കൺസ്പിക്വസ്. അപ്പോൾ ബാൽവിൻ പറയാണ് വെറുതെ വിടാൻ പറ്റില്ല ജോൺ, കാരണം ഹീ ഈസ് ടു കൺസ്പിക്വസ് എന്ന് വെച്ചാൽ പ്രകടമാണ്. അതായത് ആ തെറ്റ് അവിടെ ക്ലിയർ ആണ്, വിസിബിൾ ആണ് എന്നാണ് പറയുന്നത്. ജോൺ ഡു യു തിങ്ക് ദാറ്റ്സ് റൈറ്റ് ഗവർണർ. ഇത് ശരിയാണ് എന്ന് അച്ഛന് ഫീൽ ചെയ്യുന്നുണ്ടോ. ബാൽവിൻ മൈ ഒപ്പീനിയൻ ഡസൻ മാറ്റർ ജോൺ. എൻ്റെ ഒപ്പീനിയൻ ഇവിടെ ഒരു മാറ്റർ ആവുന്നില്ല, എൻ്റെ അഭിപ്രായം ഇവിടെ കാര്യമാകുന്നില്ല എന്ന് പറയാം. ജോൺ ബട്ട് വാട്ട് ഡു യു തിങ്ക്. എന്നാലും എന്താ തോന്നുന്നത് ചോദിക്കാം. ബാൽവിൻ I think that I am sorry for John Grisham. Terribly sorry. അപ്പോൾ ബാൽവിൻ പറയാൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് സങ്കടമുണ്ട്. ടെറിബ്ലി സോറി, ഭയങ്കര സങ്കടമുണ്ട്. ടെറിബ്ലി എന്നാൽ ഭയങ്കര. ജോൺ സ്ലോലി ഇറ്റ്സ് നത്തിങ് ബട്ട് എ ടെക്നിക്കാലിറ്റി ഡാഡ്. നോബഡി ലൂസസ് എ സെന്റ്. ഇറ്റ്സ് റേദർ ഹാർഡ് ഓൺ ഗ്രേഷം ഐ സേ. അപ്പോൾ പറയുന്നത് എന്താണ്, ഒരു ടെക്നിക്കാലിറ്റിയാണ്. അതായത് ഒരു ചെറിയ സാങ്കേതികമായ ഒരു ചെറിയൊരു പിഴവാണ് സംഭവിച്ചിട്ടുള്ളത് ഡാഡ്, അല്ലാണ്ട് വലിയ കുറ്റമൊന്നുമില്ല. പക്ഷെ അത് റൂൾ അങ്ങനെ ആയതുകൊണ്ട് വന്നൊരു കുറ്റമാണ്. നോബഡി ലൂസസ് എ സെന്റ്. ആരും ഒരു രൂപ പോലും ലൂസ് ചെയ്യുന്നില്ല. ഇറ്റ്സ് റേദർ ഹാർഡ് ഓൺ ഗ്രഷം. എന്നാൽ ഗ്രഷമിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബാൽവിൻ ആഫ്റ്റർ എ പോസ് എസ് ജോൺ. ബാൽവിൻ ഒരു പോസ് ചെയ്തിട്ട് പറയാണ് അതെ ശരിയാണ് ജോൺ. എവി ടിമിഡ്ലി വുഡ് ഇറ്റ് ബി സച്ച് എൻ ഓഫുൾ തിങ് ഫാദർ ഇഫ് യു ലെറ്റ് ഹിം ഓഫ്. അപ്പോൾ നെർവസ് ആയിട്ട് ചോദിക്കുകയാണ് എവി. അത് ഓഫുൾ തിങ് ആവുമോ, അതായത് ഒരു ഭയങ്കര വേണ്ടാത്തൊരു സംഭവം ആവുമോ ഫാദർ ഇഫ് യു ലെറ്റ് ഹിം ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത് മാപ്പ് കൊടുത്താൽ, അതായത് ക്ഷമിച്ചാൽ ഇത് വലിയൊരു സംഭവം ആവില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇവി ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അച്ഛന് അവർക്ക് മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് അച്ഛൻ ഫോർഗോട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാവില്ലല്ലോ എന്ന് പറയാണ് ഇവി. നെക്സ്റ്റ് ബാൽവിൻ സ്മൈലിംഗ് ഐ വിഷ് ഐ കുഡ് ഇവി ബട്ട് ഐ എം നോട്ട് ദി ജഡ്ജ്. എനിക്ക് ഉള്ളിലുണ്ട് അങ്ങനെ ആവണമെന്ന്, പക്ഷെ ഞാനല്ല ജഡ്ജ് എന്ന് പറഞ്ഞു. ഇവി നോ ബട്ട്. ഇവി അല്ല അങ്ങനെയല്ല എന്നാലും എന്ന് പറഞ്ഞിട്ട് തുടങ്ങാണ്. അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ബാൽവിൻ ബട്ട് വോട്ട്. പിന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിക്കാൻ. ഇവി യു ആർ ദ വൺ വിറ്റ്നസ് എഗെയിൻസ്റ്റ് ഹിം. അച്ഛൻ മാത്രമാണല്ലോ ഗ്രേഷത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒറ്റൊരു വിറ്റ്നസ്. ബാൽവിൻ നൺ പ്ലസ്ഡ്. ഇവി അതായത് നൺ പ്ലസ്ഡ് എന്ന് വെച്ചാൽ കൺഫ്യൂസ് ആയിട്ട് ബാൽവിൻ പറയാം. ഇവി ജോൺ ഷീ ഈസ് റൈറ്റ് ഗവർണർ. ജോൺ അപ്പോൾ സണ്ണ് പറയാണ് ഇവി പറഞ്ഞത് ശരിയാണ്. ബാൽവിൻ യു ടു ജോൺ. ജോണിനോട് പറയാം നീയും അങ്ങനെ പറയുന്നു. ജോൺ ഇറ്റ്സ് ഗോയിങ് ടു ബി എ നാസ്റ്റി മെസ് ഇഫ് ദേ പുട്ട് ജോൺ ഗ്രേഷം ഇൻ ജയിൽ. അപ്പോൾ നാസ്റ്റി മെസ് എന്ന് വെച്ചാൽ ഒരു മോശമായ സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഗ്രഷം ഒരു മോശമായ സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വരും ജയിലിലോട്ട് പോയാലെന്ന് ജോൺ പറയാണ്. വിത്ത് യുവർ ഓൺ സൺ നെയിംഡ് ആഫ്റ്റർ ഹിം. നിങ്ങളുടെ സണ്ണിൻ്റെ പേരും അച്ഛനോട് പറയാണ് എൻ്റെ പേരും ഗ്രഷത്തിൻ്റെ പേരിനെ പോലെ തന്നെ അല്ലേ. ഇറ്റ്സ് ഗോയിങ് ടു ബി പ്ലസൻറ്റ് ഫോർ മീ ജോൺ ഗ്രഷം ബാൽവിൻ. അതായത് ജയിലിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഗ്രഷം ജയിലിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പേരും നല്ലതാവും എന്ന് പറയാണ്. ഓക്കെ
ഇവിടെ ജോൺ ഒരു പുച്ഛത്തിലാണ് പറയുന്നത്, അതായത് ജയിലിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ പേരും അവരുടെ പേരും സെയിം ആണ്, അതിപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാവുമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. And Martha, after a pause, Robert, I'm not sure I understood what you said before. What did Mr. Gresham want you to do for him? റോബോട്ട്, എനിക്ക് മനസ്സിലായിട്ടില്ല, ഫുള്ളായിട്ട് മനസ്സിലായിട്ടില്ല എന്താണ് ഗ്രഷത്തിന് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതെന്ന്. ബാൽവിൻ, ഗെറ്റ് ഹിം ഓഫ് ടുമോറോ. നാളെ ആ ശിഷ്യയിൽ നിന്ന് മൂപ്പരെ ഒഴിവാക്കുക, അതായത് ആ വിറ്റ്നസ്സായിട്ട് പറയേണ്ട ആ കാര്യം അവിടെ ഒഴിവാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഗെറ്റ് ഹിം ഓഫ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു കോൺസിക്വൻസിൽ നിന്ന്, ഒരു പണിഷ്മെൻറ്റിൽ നിന്ന് ഒരാളെ മാറ്റി നിർത്തി തരിക. മാർത്ത, യു കുഡ് ഡു ദാറ്റ്. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം മാർത്ത. ബാൾഡ്വിൻ, യെസ്, എനിക്ക് പറ്റും. മാർത്ത, ഹൗ, എങ്ങനെ എന്ന് ചോദിക്കാം. ബാൾഡ്വിൻ, ബൈ ആൻസറിങ് ഐ ഡോണ്ട് റിമെമ്പർ വെൻ ദേ ആസ് മീ ഡേഞ്ചറസ് ക്വസ്റ്റ്യൻ. അതായത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടേറിയ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ പറയണം എനിക്ക് ഓർമ്മയില്ല എന്ന് പറയണം, എന്നാൽ എനിക്ക് ഗ്രഷത്തിനെ രക്ഷപ്പെടുത്താം എന്നാണ് പറയണം. നെക്സ്റ്റ്, മാർത്ത, ഹോ, ആൻഡ് യു ഡു റിമെമ്പർ. നിങ്ങളതൊക്കെ ഓർക്കുന്നുണ്ട്, അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ? ബാൽവിൻ, യെസ്, നിയർലി എവറിത്തിങ്, എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ജോൺ, നോ മാറ്റർ വാട്ട് ദേ ആസ്ക് യു. അതായത് അച്ഛനോട് ചോദിക്കുകയാണ്, അവരെന്ത് ചോദിച്ചാലും അതിനൊക്കെ ഉള്ള ഉത്തരങ്ങളുണ്ടോ എന്ന്, അതൊക്കെ ഓർമ്മ ഉണ്ടോ എന്ന് ചോദിക്കും. ബാൽവിൻ, ഐ ക്യാൻ ആൾവേസ് റിഫ്രഷ് മൈ മെമ്മറി, യു സീ ഐ ഹാവ് നോട്ട്സ്. എനിക്ക് എല്ലാതും ഓർത്തെടുക്കാൻ പറ്റും, കാരണം എൻ്റെ കയ്യിൽ എല്ലാത്തിൻ്റെയും നോട്ട്സ് ഉണ്ട്. അപ്പോൾ ജോൺ, ബട്ട് വിത്തൗട്ട് ദോസ് നോട്ട്സ് യു വുഡിൻ റിമെമ്പർ. ആ നോട്ട്സ് ഇല്ലെങ്കിൽ അച്ഛനും ഓർമ്മ ഉണ്ടാവില്ല, അതായത് ആ നോട്ട്സിൽ എല്ലാതും റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് അച്ഛന് ഇതൊക്കെ ഓർമ്മ, അതില്ലെങ്കിൽ ഓർമ്മ ഉണ്ടാവില്ലേ. അപ്പോൾ ബാൽവിൻ, വാട്ട് ഡു യു മീൻ ജോൺ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ജോൺ എന്ന് ചോദിക്കുകയാണ്. ജോൺ, വിത്തൗട്ട് ആൻസറിങ്, as a matter of fact you will have to rely on your notes nearly altogether, won't you? ജോൺ ചോദിക്കുകയാണ്, അപ്പോൾ എന്ത് കാര്യത്തിനും അച്ഛൻ ആ നോട്ട്സ് ഒന്ന് ചെക്ക് ചെയ്യണം, എന്നാലല്ലേ എല്ലാം മനസ്സിലാവുള്ളൂ, അതായത് ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. റിലേ ചെയ്യാന്ന് വെച്ചാൽ ആശ്രയിക്കുക എന്നാണ് മീനിങ് വരുന്നത് കേട്ടോ, ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യുക. ബാൽവിൻ, എവ്രിബഡി എൽസ് ഡസ് ദ സെയിം തിങ്. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാം ചെയ്യുന്നത്. ജോൺ, ദെൻ ഇറ്റ് വോണ്ട് ബി ഫാർ ഫ്രം ദ ട്രൂത്ത് ഇഫ് യു സേ ഐ ഡോണ്ട് റിമെമ്പർ. അപ്പോൾ ജോൺ പറയാണ്, അപ്പോൾ പിന്നെ ട്രൂത്തിൽ നിന്ന്, സത്യത്തിൽ നിന്ന് അതായിട്ട് മാറിയിട്ട് അച്ഛന് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കേണ്ടത് ജോൺ. നെക്സ്റ്റ്, മാർത്ത, ഐ ഡോണ്ട് സീ ദാറ്റ് മിസ്റ്റർ ഗ്രേഷം ഈസ് ആസ്കിങ് സോ മച്ച് ഓഫ് യു. മാർത്ത പറയാണ്, എനിക്ക് തോന്നുന്നില്ല മിസ്റ്റർ ഗ്രേഷം ഭയങ്കരമായിട്ട് എന്തൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്, ജസ്റ്റ് ഒരു വേർഡല്ലേ ആവശ്യപ്പെടുന്നുള്ളൂ. ബാൽവിൻ, ബാൽവിൻ, മാർത്ത, റോബോട്ട്, ഐ എം ആസ് ഹോണറബിൾ ആസ് യു ആർ. മാർത്ത റോബോട്ടിനോട് പറയാണ്, ബാൽവിനോട് പറയാണ്, ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഹോണറബിൾ ആണ്. ഹോണറബിൾ എന്ന് വെച്ചാൽ മാന്യത എനിക്കും ഉണ്ട് നിങ്ങളെപ്പോലെ തന്നെ. അതായത് മാർത്ത ഇവിടെ ഉദ്ദേശിക്കുന്ന, ബാൽവിൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ ഹോണറബിൾ ആയതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് ഞാനൊരു മാന്യനായതുകൊണ്ട് എനിക്ക് അതിന് കഴിയുന്നില്ല. അപ്പോൾ മാർത്ത ഇവിടെ പറയാണ്, ഞാനും അങ്ങനെ തന്നെയാണ്, മാന്യത കാണിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ബാൽവിൻ, ദാറ്റ് ഗോസ് വിതൗട്ട് സേയിങ് മാർത്ത. നീ അത് പറയാതെ തന്നെ എനിക്കറിയില്ലേ മാർത്ത എന്ന് പറയാണ്. മാർത്ത, ഇറ്റ് ഡസൻ സീം റൈറ്റ് ടു മീ ടു സെൻഡ് ആൻ ഓൾഡ് ഫ്രണ്ട് ടു ജയിൽ. അപ്പോൾ മാർത്ത പറയാണ്, ഒരിക്കലും നിങ്ങൾക്ക് അറിയുന്ന ഒരു ഫ്രണ്ടിനെ ജയിലിലോട്ട് പറഞ്ഞയക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആസ് ഹി സ്പീക്സ് ഷീ ഹോൾഡ്സ് അപ്പ് ഹെർ ഹാൻഡ്. പറയുന്നതിൻ്റെ കൂടെ മാർത്ത കൈ പിടിക്കുന്നുണ്ട്, ഹോൾഡ് ചെയ്യുന്നുണ്ട്. നൗ ഡോണ്ട് ഇൻറ്ററപ്റ്റ് മീ, ഐ ഹാവ് ബീൻ തിങ്കിങ്. ഇനി ആരും ഇൻറ്ററപ്റ്റ് ചെയ്യരുത്, അതായത് ഇന്നാരും ഇനി ഇടയിൽ തടസ്സപ്പെടുത്തരുത്. ഐ ഹാവ് ബീൻ തിങ്കിങ്, ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ ഡേ ജോൺ വാസ് ബാപ്റ്റൈസ്ഡ് വെൻ മിസ്റ്റർ ഗ്രേഷം സ്റ്റുഡ് സ്പോൺസർ ഫോർ ഹിം. അതായത് ഇവരുടെ മകൻ ജോണിൻ്റെ ബാപ്റ്റിസത്തിന് മിസ്റ്റർ ഗ്രേഷമാണ് സ്പോൺസർ ചെയ്തിരുന്നത് ഉള്ളത് ഞാൻ എപ്പോഴും ആലോചിക്കുകയാണ്. ഹൗ പ്രൗഡ് വി വേർ, നമ്മൾ എത്ര പ്രൗഡായിരുന്നു ആ നിമിഷത്തിൽ ഗ്രേഷം അത് സ്പോൺസർ ചെയ്തപ്പോൾ. ആൻഡ് വെൻ വി കെയിം ഹോം ഫ്രം ദ ചർച്ച് യു സെഡ്, ഡു യു റിമെമ്പർ വാട്ട് യു സെഡ് റോബോട്ട്. ആ ചർച്ചിൽ നിന്ന് ബാപ്റ്റിസം കഴിഞ്ഞിട്ട് നമ്മൾ പോരുമ്പോൾ എന്താണ് പറഞ്ഞത് എന്ന് ഓർക്കുന്നുണ്ടോ റോബോട്ട് എന്ന് ചോദിക്കുകയാണ്. ബാൽവിൻ, നോ, വാട്ട് വാസ് ഇറ്റ്. ബാൽവിൻ പറയാം, ഇല്ല ഞാൻ ഓർക്കുന്നില്ല, എന്തായിരുന്നു അത്. മാർത്ത, യു സെഡ് മാർത്ത മേ അവർ സൺ ആൾവേസ് ലിവ് അപ് ടു ദ നെയിം വിച്ച് ഹി ഹാവ് ഗിവൻ ഹിം. ഡു യു റിമെമ്പർ ദാറ്റ്.
അതായത് എന്തെന്നും പറഞ്ഞിരുന്നത്, നമ്മൾ നമ്മളുടെ മകന് നൽകിയ ആ പേരിനനുസരിച്ച് അത്രയും ഉയരത്തിൽ അവൻ ജീവിക്കട്ടെ. അതായത് ഗ്രഷം നല്ല റിച്ച് ആയിട്ടായിരുന്നല്ലോ, അതേപോലെ ഇവനും ജീവിക്കട്ടെ എന്നായിരുന്നു നിങ്ങൾ പറഞ്ഞത്. ആ ഒരു പ്രശസ്തിയൊക്കെ നേടിയിട്ട് നല്ലൊരു രീതിയിൽ ജീവിക്കാൻ ഇവനും സാധിക്കട്ടെ എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ബാൽവിൻ: എസ്, ഡിംലി. അതെ, ചെറുതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ജോൺ: ഹാ, ഓൺലി ഡിംലി ഗവർണർ. ശരിക്കും ചെറുതായിട്ട് മാത്രമാണ് ഓർക്കുന്നത്. ബാൽവിൻ: വാട്ട് ഡു യു മീൻ ജോൺ? നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ജോൺ എന്ന് പറഞ്ഞാൽ. മാർത്ത: ഗിവിങ് ജോൺ നോ ഓപ്പർച്യൂണിറ്റി ടു ആൻസർ. ജോണിന് ഒരു മറുപടി കൊടുക്കാനുള്ള ഒരു സമയം കൊടുക്കാതെ മാർത്ത അതിൽ സംസാരിക്കുകയാണ്. It would be sad, very sad, if the name of John Grisham, our son's name, should come to grief through you, Robert. ഭയങ്കര സങ്കടമുണ്ട് എന്ന് പറയാണ് മാർത്ത. അതായത് നമ്മളുടെ മകൻ്റെ പേരും സെയിം ജോൺ ക്രിഷം ആയതുകൊണ്ട് ജോൺ ക്രിഷം ജയിലിൽ പോകുമ്പോൾ നമ്മളുടെ മകൻ്റെ പേരിനെയും അത് ബാധിക്കും. അതിന് നിങ്ങളൊരു കാരണക്കാരനാവുന്നത് ഒരു സാഡായിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത്. ബാൽവിൻ ആഫ്റ്റർ എ പോസ്: മാർത്ത, ആർ യു ടെല്ലിങ് മീ ടു ആക്സെപ്റ്റ് ദ ബ്രൈബ് മണി ദാറ്റ് ജോൺ ക്രിഷം ഓഫേർഡ് മീ? അപ്പോൾ നീ എന്താ പറയുന്നത് മാർത്ത? എനിക്ക് തന്നിട്ടുള്ള ആ കൈക്കൂലി ഞാൻ ആക്സെപ്റ്റ് ചെയ്യണം എന്നാണോ പറയുന്നത്? ഇവി: വൈ ഡു യു കോൾ ഇറ്റ് ബ്രൈബ് മണി ഫാദർ? എന്തുകൊണ്ട്, ഇവി ചോദിക്കുകയാണ് ഫാദറിനോട്, എന്തുകൊണ്ടാണ് അതൊരു കൈക്കൂലിയായിട്ട് ചിന്തിക്കുന്നത് എന്ന്. ബാൽവിൻ ബിറ്റർലി: വൈ ഇൻഡീഡ്, ഗ്രഷം ഹാഡ് എ പ്രിറ്റിയർ നെയിം ഫോർ ഇറ്റ്. അപ്പോൾ ഒരു ഇതിൽ വിഷമത്തിൽ ബാൽവിൻ അല്ലെങ്കിൽ ഒരു ദേഷ്യത്തിൽ പറയാണ്, അതെ അങ്ങനെ തന്നെയാണ്, അതിന് വേറെ പേരെന്താ? ഹി സെഡ് ദാറ്റ് ഹി ഹാഡ് അൺപെയ്ഡ് മീ ഓൾ ദീസ് ഇയേഴ്സ്. അപ്പോൾ ഗ്രേഷം പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇത്രയും കാലമായിട്ട് അണ്ടർ പെയ്ഡ് ആണ്, അതായത് എനിക്ക് ലഭിക്കേണ്ട തുക പോലും തന്നിട്ടില്ല എന്ന് പറഞ്ഞു. യു നോ, ഐ വാസ് ഗെറ്റിംഗ് ഓൺലി $60 എ വീക്ക് വെൻ ദ ക്രാഷ് കെയിം. അതായത് ഈ പ്രശ്നം നടക്കുമ്പോഴൊക്കെ അതിൻ്റെ ആ ടൈമിലൊക്കെ എനിക്ക് $60 ആണ് ഒരു വീക്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജോൺ ഇംപേഷ്യൻ്റ്ലി: യെസ് യെസ്. ജോണ് പെട്ടെന്ന് ചാടി പറയാണ്, യെസ് യെസ്, ശരിയാണ്. ബാൽവിൻ: he said 100,000 represents the difference between what he had paid me and what I had actually been worth to him. അതായത് ബാൽവിൻ പറയാണ്, ഗ്രേഷം പറഞ്ഞിട്ടുണ്ട് 100,000 എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ എന്നെ ഇതുവരെ അതായത് എനിക്ക് കിട്ടേണ്ട തുക ഇതുവരെ ശരിക്കും തന്നിട്ടില്ലല്ലോ, അതിനുള്ളൊരു ഉപകാരം എന്നുള്ള രീതിയിലാണ് ഈ മണി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ ഹാഡ് ആക്ച്വലി ബീൻ വർത്ത് ടു ഹിം. അപ്പോൾ ഇത് ശരിക്കും എനിക്ക് കിട്ടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ് തരുന്നത്. മാർത്ത: ദാറ്റ്സ് നോ ലെസ് ദാൻ ട്രൂ റോബോട്ട്. അത് ഒരു സത്യം മാത്രമാണ് എന്ന് പറയുന്നത്. അതാ പറഞ്ഞത് ശരിയാണ്. യു ഹാവ് വർക്ക്ഡ് ഫോർ ഹിം വെരി ഫെയ്ത്ത്ഫുള്ളി. നിങ്ങൾ ഇത്രയും കാലം അയാൾക്ക് വേണ്ടി വർക്ക് ചെയ്തത് ശരിക്കും ജെന്യൂൻ ആയിട്ട് ആണ്. ബാൽവിൻ: he said that if he had paid me what he should have, I would have pulled by more than 100,000 by now. അപ്പോൾ ഗ്രഷം ഇതും പറഞ്ഞിട്ടുണ്ട്, എന്ത്, ഞാൻ ശരിക്കും അണ്ടർപേ ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് നിനക്ക് കിട്ടേണ്ട ആ എമൗണ്ട് കൃത്യമായിട്ട് ഞാൻ നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതിലും കൂടുതലാവുമായിരുന്നു, അതായത് ഈ $100,000 മുകളിലാകുമായിരുന്നു എന്ന് പറയുന്നത്. ജോൺ: ദാറ്റ് സോ ഇസൻറ്റ് ഇറ്റ് ഡാഡ്? അപ്പോൾ ജോൺ ചോദിക്കുകയാണ്, ശരിക്കും അങ്ങനെയാണോ ഡാഡ്? അപ്പോൾ ബാൽവിൻ: ഹൂ നോസ്, ഐ നെവർ ആസ്ക്ഡ് ഹിം ടു റൈസ് മൈ സാലറി. ആർക്കറിയാം, ഞാൻ ഒരിക്കലും എൻ്റെ സാലറി കൂട്ടി തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. വെൻ ഹി റൈസ്ഡ് ഇറ്റ് വാസ് ഓഫ് ഹിസ് ഓൺ അക്കോർഡ്. അതായത് എപ്പോഴെങ്കിലും എനിക്ക് കൂട്ടി തന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ, അതായത് ഗ്രഷത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമാണ്. ഓൺ അക്കോർഡ് എന്ന് വെച്ചാൽ സ്വന്തം ഇഷ്ടം. ദർ ഈസ് എ പോസ്, ഹി ലുക്സ് അറൗണ്ട്. അവിടെ ഒരു പോസാണ്, എന്നിട്ട് എല്ലായിടത്തേക്കും നോക്കുന്നുണ്ട്. വെൽ, വാട്ട് ഡു യു തിങ്ക് ഓഫ് ഇറ്റ് ഇവി? നീ എന്താണ് ചിന്തിക്കുന്നത്, അതിനെക്കുറിച്ച് നീ എന്താണ്, നിൻ്റെ അഭിപ്രായം എന്താണെന്ന് ഇവിനോട് ചോദിക്കുകയാണ്. ഇവി ഹെസിറ്റേറ്റ്ലി, അതായത് ഒന്ന് മടിച്ചുകൊണ്ട് ഇവി പറയാണ്, ഇഫ് യു ഗോ ഓൺ ദ സ്റ്റാൻഡ് ടുമോറോ. അതായത് അച്ഛൻ നിൽക്കുന്ന ആ സ്റ്റാൻഡിൽ നാളെ പോയി പറയുന്നതാണ്. അതായത് നമ്മൾ ആ വിറ്റ്നസ് കൊടുക്കുന്ന അതിനെക്കുറിച്ചാട്ടോ സംസാരിക്കുന്നത്, അതേപോലെ പറയുന്നതിനെ കുറിച്ചാണോ ചോദിക്കുകയാണ് ഇവി. അപ്പോൾ ബാൽവിൻ: യെസ്, അതിനെക്കുറിച്ച് തന്നെ. ഇവി: ആൻഡ് ദേ പുട്ട് ജോൺ ഗ്രിഷം ഇൻ ജെയിൽ, വാട്ട് വിൽ പീപ്പിൾ സേ? ജോൺ ഗ്രിഷത്തിന് ജയിലിലാക്കിയാൽ ജനങ്ങൾ എന്ത് പറയും എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ ബാൽവിൻ: ദേ വിൽ സേ ഐ ഹാവ് ഡൺ മൈ ഡ്യൂട്ടി. അപ്പോൾ എല്ലാവരും പറയും ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തു, അതായത് ഗ്രഷത്തിന് കിട്ടേണ്ടത് കിട്ടി, ഞാൻ എൻ്റെ കാര്യം ട്രൂത്ത്ഫുള്ളായിട്ട് ചെയ്തു. They find out that they haven't lost any money when John Grisham tells them that he will pay back every cent, then they wouldn't want him to go to jail.
ദേ വിൽ ഫീൽ സോറി ഫോർ ഹിം. അതായത് എല്ലാവരും അറിയാണ്, അതായത് ആരുടെയും മണി ലൂസ് ആവുന്നില്ല, എല്ലാവർക്കും പൈസ തിരിച്ചു കൊടുക്കും എന്നുള്ള അവസ്ഥ. അതായത് ജോൺ പറയാണ് എല്ലാവർക്കും ഞാൻ ഓരോ പൈസ തിരിച്ചു തരും എന്ന് പറയുമ്പോൾ എന്നിട്ട് ജയിലിൽ പോകുമ്പോൾ അതൊരു മോശം അവസ്ഥയല്ലേ. അതായത് എല്ലാവരുടെ പൈസയും കിട്ടുന്നുണ്ട്, ആർക്കും ഒന്നും നഷ്ടമായിട്ടില്ല, എന്നിട്ടും അതിൻ്റെ പേരിൽ ഒരാൾ ജയിലിൽ പോവാന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമല്ലേ എന്ന് പറയുന്നുണ്ട് ഇവി. ദെൻ നെക്സ്റ്റ് ബാൾഡ്വിൻ, യെസ് ഐ ബിലീവ് ദാറ്റ്, ഐ ഹോപ്പ് സോ. ശരിയാണ്, ഞാനും അത് വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയണം. ആൻഡ് ദേ വുഡൻറ്റ് ഫീൽ ടു കൈൻഡ്ലി ഡിസ്പോസ് ടുവേഴ്സ് ദ മാൻ ഹൂ ഹെൽപ്പ് പുട്ട് ഹിം ഇൻ ജയിൽ. അതായത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജോൺ പറഞ്ഞു കൊടുക്കണം, ഇപ്പോൾ ഗ്രഷം ജയിലിൽ പോയി എല്ലാവരുടെ പൈസയും തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും ഗ്രഷത്തിനോട് ദേഷ്യം ഉണ്ടാവില്ല. കാരണം എല്ലാവരുടെ പൈസയും തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അയാളോട് വെറുപ്പോ ദേഷ്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ജയിലിലിട്ട ആളോട് എന്തായാലും ദേഷ്യം ഉണ്ടാവും. അതായത് കാരണക്കാരനായ ആളോട് ദേഷ്യം ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടായിക്കോളാം. അതായത് ഫാദറിനോട് ദേഷ്യം, നിങ്ങളോട് ദേഷ്യം ഉണ്ടാവും എന്ന് പറഞ്ഞു കൊടുക്കണം. മാർത്ത, ദേ വിൽ സേ യു വെന്റ് ബാക്ക് ഓൺ എൻ ഓൾഡ് ഫ്രണ്ട് റോബോട്ട്. എല്ലാവരും പറയും നിങ്ങളുടെ ഫ്രണ്ടിനെ ഒരു കുറ്റക്കാരനായ ചതിച്ചു എന്നുള്ള രീതിയിൽ എല്ലാവരും പറയും എന്ന് പറയാണ് ജോൺ. വെൻ യു പുൾ ഔട്ട് യുവർ നോട്ട്സ് ഇൻ കോർട്ട് ടു ബി ഷുവർ ഓഫ് സെൻഡിങ് ഹിം ടു ജയിൽ, ഹി ബ്രേക്സ് ഓഫ് വിത്ത് എ സ്നോട്ട്. അപ്പോൾ ജോൺ പറയാണ് നിങ്ങൾ ആ ഗ്രഷത്തിനെ ജയിലിൽ അടക്കാൻ വേണ്ടിയിട്ട് ഈ നോട്ട്സൊക്കെ കൊണ്ട് പോകുമ്പോൾ ആ കോർട്ടിലോട്ട് എടുക്കുമ്പോൾ എന്നിട്ട് ഹി ബ്രേക്സ് ഓഫ് വിത്ത് എ സ്നോട്ട്, അതായത് ആ വരികളിൽ ഇങ്ങനെ നിൽക്കണം, പിന്നെ ഒന്നും പറയുന്നില്ല. ഇവി, ആൻഡ് മിസ്റ്റർ ഗ്രിഷം ഹാവിൻ ഡൺ എനിത്തിങ് റിയലി റോങ്. എന്നാൽ ഗ്രിഷം എന്തെങ്കിലും പ്രത്യേകിച്ച് എന്താ പറയുക ഇപ്പോൾ തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്നുള്ള രീതിയിൽ ഇവി പറയാണ്. ജോൺ, ഇറ്റ്സ് ടെക്നിക്കാലിറ്റി, ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. അതായത് ഒരു ചെറിയൊരു അബദ്ധം, ഒരു ചെറിയൊരു മിസ്റ്റേക്കാണ് ഇത്, വലിയ മിസ്റ്റേക്ക് ഒന്നല്ല. നോബഡി ലൂസസ് എ സെന്റ്, ആരും ഒരു സെന്റ്, ഒരു രൂപ പോലും നഷ്ടപ്പെടുന്നില്ല. നോബഡി വോണ്ട്സ് ടു സീ ഹിം പണിഷ്ഡ്, ആർക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പണിഷ് ചെയ്യണമെന്ന് ആർക്കും തോന്നുന്നുമില്ല. ഇവി, എക്സ്പെക്ട് യു ഫാദർ, നിങ്ങളൊഴിച്ച് ബാക്കിയുള്ളവർക്കാർക്കും മൂപ്പര് പണിഷ്ഡ് ആവണം എന്നുള്ള ഒരു തോട്ടില്ല. ജോൺ, യെസ് ആൻഡ് യു ആർ വില്ലിംഗ് ടു ജയിൽ ദ മാൻ ആഫ്റ്റർ ഹൂം യു നെയിംഡ് യുവർ സൺ. അപ്പോൾ ജോണും അത് സമ്മതിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അച്ഛനോട് വീണ്ടും ചോദിക്കുകയാണ്, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ്റെ സെയിം പേരുള്ള, അതായത് അയാളുടെ പേരാണല്ലോ അവനിട്ടിട്ടുള്ളത്, ആ പേരുള്ള അയാളെ നിങ്ങൾക്ക് ഇനിയും ജയിലിലോട്ട് അയക്കണം എന്നുള്ളത് തോന്നുന്നുണ്ടോ എന്ന് പറയണം. ആഫ്റ്റർ എ പോസ്, ഐ ബിലീവ് ഇൻ ബീങ് മേഴ്സിഫുൾ റോബോട്ട്. അപ്പോൾ മാർത്ത ഒന്ന് നിർത്തിക്കൊണ്ട് പറയാണ്, ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ത് മേഴ്സിഫുൾ, കരുണ ഉള്ളതാണ് നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് റോബോട്ടിനോട് പറയാണ്. അപ്പോൾ ബാൽബിൻ, മേഴ്സിഫുൾ, കരുണയോ? അപ്പോൾ മാർത്ത, മിസ്റ്റർ ഗ്രിഷം ഹാസ് ആൾവേസ് ബീൻ വെരി ഗുഡ് ടു യു. അതെ, മാർത്ത പറയണ എന്ത്, മിസ്റ്റർ ഗ്രിഷം എപ്പോഴും നിങ്ങളോട് നല്ല രീതിയിൽ മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. എന്നിട്ട് ആഫ്റ്റർ ദാറ്റ് ദർ ഈസ് അനദർ പോസ്, ക്യൂരിയസ്ലി ഇനഫ് ദേ ഡു നോട്ട് സീം ടു ബി ഏബിൾ ടു മീറ്റ് ഈച്ച് അതേഴ്സ് ഐ. അപ്പോൾ അവിടെ ആരും മിണ്ടുന്നില്ല, പോസാണ് നടക്കുന്നത്. ക്യൂരിയസ്ലി ഇനഫ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൗതുകത്തോടെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ശ്രദ്ധയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ദേ ഡു നോട്ട് സീം ടു ബി ഏബിൾ ടു മീറ്റ് ഈച്ച് അതേഴ്സ് ആയി. പക്ഷെ ആരും കണ്ണോട് കണ്ണ് നോക്കാൻ റെഡി ആയിട്ടില്ല. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല, എല്ലാവരും എവിടേക്കൊക്കെ നോക്കി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർത്ത, വെൽ വാട്ട് ആർ യു ഗോയിങ് ടു ഡു നൗ റോബോട്ട്. ഒക്കെ പോട്ടെ, നീ എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റോബോട്ട്. ബാൾഡ്വിൻ, വാട്ട് ഡു യു മീൻ, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്. മാർത്ത, യു ഹാവ് ബീൻ ഔട്ട് ഓഫ് വർക്ക് സിൻസ് ദ ബാങ്ക് ക്ലോസ്ഡ്. അതായത് ബാങ്ക് അടച്ചുപൂട്ടിയത് മുതൽ നമുക്ക് ഒരു വർക്കും ഇല്ല, അതായത് നിങ്ങൾ വർക്കില്ലാതെ നടക്കുകയാണ്. ബാൾഡ്വിൻ, ഷ്രങ്കിങ് ഇസ് ഷോൾഡർ, ഐ വിൽ ഫൈൻഡ് എ പൊസിഷൻ, ഞാൻ എന്തെങ്കിലും കണ്ടെത്തും, ഒരു പൊസിഷൻ ഞാൻ കണ്ടെത്തും എന്ന് പറയാണ്. ജോൺ, ഇഫ് ഗ്രഷം ഡസൻറ്റ് ഗോ ടു ജയിൽ ഹി വിൽ സ്റ്റാർട്ട് ഇൻ ബിസിനസ് എഗെയിൻ വോണ്ട് ഹി. അതായത് ഗ്രഷം ജയിലിൽ പോയിട്ടില്ലെങ്കിൽ എന്തായാലും ഗ്രഷം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും ഇല്ലേ എന്ന് അച്ഛനോട് ചോദിക്കുകയാണ്. ആൻഡ് ഹി കാൺട്ട് ഓഫർ യു എനിത്തിങ് ലെസ് ദാൻ എ പാർട്ട്ണർഷിപ്പ്. അതായത് പിന്നെയും ചോദിക്കുകയാണ്, അതായത് അങ്ങനെ ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പാർട്ട്ണർ ആക്കാനുള്ള ചാൻസ് ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാൽബിൻ, എ പാർട്ട്ണർഷിപ്പ് എന്നെയോ, ഒരു പാർട്ട്ണർഷിപ്പായിട്ടോ. അപ്പോൾ ജോൺ, വിത്ത് മീനിങ്, വിത്ത് ദ 100,000 ക്യാപിറ്റൽ യു കുഡ് പുട്ട് ഇൻ ദി ബിസിനസ് ദാറ്റ്. അതായത് നിങ്ങൾ
ജയിലിൽ പോയിട്ടില്ലെങ്കിൽ എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആ വിറ്റ്നസ് പറഞ്ഞിട്ടില്ലെങ്കിൽ, നിങ്ങളതിന് സാക്ഷിയായിട്ടില്ലെങ്കിൽ എന്തായാലും ഗ്രേഷം ജയിലിൽ പോവില്ലല്ലോ. അച്ഛൻ മാത്രമാണല്ലോ അതിനൊരു സാക്ഷി. അപ്പോൾ അച്ഛൻ അതിന് സാക്ഷിയായി നിന്നിട്ടില്ലെങ്കിൽ ഗ്രേഷം ജയിലിൽ പോവില്ലല്ലോ. അപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യൂല. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ അതിൽ പാർട്ട്ണർ ആവില്ലേ. അപ്പോൾ പാർട്ട്ണർഷിപ്പോ എന്ന് ബാൽവിൻ ചോദിക്കുകയാണ്. അപ്പോൾ മകൻ വീണ്ടും റിപ്ലൈ കൊടുക്കണം. ആ $100,000, അതായത് ഉത്തരം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗ്രേഷം തരുന്ന ആ $100,000 വെച്ചിട്ട് ക്യാപിറ്റലാക്കി ഇട്ടിട്ട് നിങ്ങൾക്കും ബിസിനസ് തുടങ്ങാലോ എന്ന് പറയണം. അപ്പോൾ ബാൽവിൻ ജോൺ എന്നുള്ള ഒരു അർത്ഥമായിട്ട് ജോണിൻ്റെ പേര് വിളിക്കുകയാണ്. അതായത് ഇങ്ങനെയൊക്കെ നീ വിചാരിക്കുന്ന രീതിയിൽ വിളിക്കുകയാണ്. അപ്പോൾ John, of course, the capital doesn't matter. He will owe you quite a debt of gratitude beside. അപ്പോൾ ജോൺ പറയണം, ഇവിടെ ആ ക്യാപിറ്റൽ എമൗണ്ട്, അതായത് 100,000 എമൗണ്ട് മാറ്റർ ചെയ്യുന്നില്ല, കാര്യമാക്കണ്ട. പക്ഷേ നിങ്ങൾ അതായത് ജയിലിലാക്കിയിട്ടില്ലെങ്കിൽ എപ്പോഴും കടപ്പെട്ടിരിക്കും, ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഉണ്ടാവും. ബിസൈഡ്സ്, അതിന് പുറമേ, ഈ എമൗണ്ടിന് പുറമേ നിങ്ങൾക്ക് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രേഷം തരുന്നിരിക്കും എന്നാണ് പറയുന്നത്. അതായത് അവിടെ ഒരു കടപ്പെട്ടിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ദർ ഈസ് എ പോസ്, അവിടെ ആരും ഇനി പിന്നെ മിണ്ടുന്നില്ല. നെക്സ്റ്റ്, മാർത്ത, എ 100,000 വുഡ് മീൻ എ ഗ്രേറ്റ് ഡീൽ ടു അസ് റോബോട്ട്. ഒരു ഈ $100,000 എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര കിട്ടാവുന്നതിൽ വെച്ച് വലിയൊരു ഡീലാണ് റോബോട്ട്. ഇഫ് യു ഡോണ്ട് ഫൈൻഡ് എ പൊസിഷൻ സൂൺ ജോൺ വിൽ ഹാവ് ടു സപ്പോർട്ട് അസ്. അതായത് അച്ഛന് ഒരു പൊസിഷൻ, നിങ്ങൾക്കൊരു പൊസിഷൻ കണ്ടെത്താൻ പറ്റില്ല, അതായത് നിങ്ങൾക്കൊരു ജോബ് ഇനിയിപ്പോൾ ഇതിന് ശേഷം ഒരു ജോബ് ഇപ്പോൾ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ജോണിനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ വരില്ലേ. അപ്പോൾ ജോൺ on $30 a week, Dad. That won't go very far. അതായത് ജോണിനുള്ള ജോലി എന്ന് പറഞ്ഞാൽ $30 ഒരു വീക്ക് കിട്ടുന്നുള്ളൂ. അത് വെച്ചിട്ട് എത്ര ദൂരം നമ്മൾ പോകും, എത്ര കാലം നമ്മൾ ജീവിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ മാർത്ത, ഇറ്റ്സ് നോട്ട് ഫെയർ ടു ജോൺ. അതൊരു ഫെയർ ആയിട്ടുള്ള ഒരു ന്യായമായിട്ടുള്ള കാര്യമല്ല. അതായത് ആ തുക പോരാ നമുക്ക് ജീവിക്കാൻ. ജോൺ ആങ്കർലി, ഹോ ഡോണ്ട് ബോദർ എബൌട്ട് മീ. അതായത് നിങ്ങളാരും എന്നെക്കുറിച്ച് ആലോചിക്കേണ്ട എന്ന് ദേഷ്യത്തോടെ പറയണേ. ഇവി ബിഗിൻസ് ടു വീപ്പ്. അപ്പോൾ ഇവി ഇവിടെ കരയാൻ തുടങ്ങുകയാണ്. എന്നിട്ട് പറയാണ്, ലുക്ക് ഹിയർ ഗവർണർ, യു ഹാവ് സെഡ് നത്തിങ് ടു ദി പേപ്പേഴ്സ്. അതായത് പത്രക്കാരോട് നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇഫ് യു സേ നത്തിങ് മോർ ടുമോറോ വാട്ട് ഡസ് ഇറ്റ് എമൗണ്ട് ടു ബി സ്റ്റിക്കിംഗ് ടു യുവർ ഫ്രണ്ട്. അതായത് നാളെയും ഇതേപോലെ ഒന്നും പറയാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലതല്ലേ, അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. ബട്ട് സ്റ്റിക്കിംഗ് ടു യുവർ ഫ്രണ്ട്, അതായത് നിങ്ങളുടെ ഫ്രണ്ടിനെ രക്ഷിക്കുക, അതായത് നിങ്ങളുടെ ഫ്രണ്ടിനോട് ട്രൂത്ത്ഫുൾ ആവുക എന്നുള്ള, അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുൾ ആവുക എന്നുള്ള ഉദ്ദേശമാണ്, മീനിങ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ടിനോട് അത് നല്ലൊരു പ്രവൃത്തി ആയിരിക്കില്ലേ. ഇറ്റ്സ് ദ സ്ക്വയർ തിങ് ടു ഡു. അതായത് അതൊരു നല്ല കാര്യമാണ്. ഫെയർ തിങ് എന്നാണ് സ്ക്വയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് നല്ലൊരു കാര്യമാണല്ലോ. ഹി വിൽ ഡു ആസ് മച്ച് ഫോർ യു. അതുകൊണ്ട് എന്താ, ഗ്രേഷമും നിങ്ങളോട് അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ബാൽവിൻ ലുക്സ് അപ്പീലിംഗ്ലി ഫ്രം വൺ ഫേസ് ടു അനദർ. അപ്പോൾ അപ്പീലിംഗ്ലി എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റിംഗ്ലി, അല്ലാണ്ട് ബാൽവിൻ ഒരു മുഖത്തുനിന്ന് മറ്റേ മുഖത്തിലോട്ടൊരു ഇതിൽ കരുണയോടെ നോക്കുകയാണ്. അതായത് ഇന്ന ആരെങ്കിലും മനസ്സിലാക്കൂ എന്നുള്ള രീതിയിൽ. ദേ ആർ അവേർട്ടഡ്, അവരെല്ലാവരും ടേൺ ചെയ്യണം, അത് തിരിയാണ്. അതിനൊരു ഇതായിട്ട് നിൽക്കുന്നില്ല, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുകയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, യു വോണ്ട് മീ ടു ടേക്ക് ദിസ് മണി. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് ഞാൻ ഈ പൈസ എടുക്കുക എന്നുള്ളതാണോ? ദർ ഈസ് നോ ആൻസർ. ആരും ഒന്നും പറയുന്നില്ല. സേ യെസ് വൺ ഓഫ് യു. ആരെങ്കിലും ഒന്ന് യെസ് പറയേ. സ്റ്റിൽ നോ ആൻസർ. ആരും ഒന്നും പറയുന്നില്ല. ഓർ നോ, അല്ലെങ്കിൽ ഒരു നോ പറ. എ ലോങ് പോസ്. പിന്നെ ആരും ഒന്നും പറയുന്നില്ല. ഫൈനലി, ഐ കുഡിൻ ഗോ ഇൻ ടു പാർട്ട്ണർഷിപ്പ് വിത്ത് ഗണേഷ്. എനിക്ക് ഗണേഷുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടാൻ താല്പര്യമില്ല. മാർത്ത പ്രോംപ്റ്റ്ലി, വൈ നോട്ട്, എന്തുകൊണ്ട് പറ്റില്ല? പ്രോംപ്റ്റ്ലി എന്ന് വെച്ചാൽ ക്വിക്ലി എന്നാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്നാണ് ചോദിക്കുന്നത്. വൈ നോട്ട്, എന്തുകൊണ്ട് പറ്റുന്നില്ല? അപ്പോൾ ബാൽവിൻ, പീപ്പിൾ വുഡിൻ ട്രസ്റ്റ് ഹിം. അതായത് ഇനി ആരും അവരെ ഗ്രേഷത്തിനെ വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പോൾ ജോൺ, ദെൻ you could go into business with someone else, Dad. A 100,000 is a lot of money. അതായത് ഇനിയിപ്പോൾ ഗ്രേഷത്തിനായിട്ട് പറ്റില്ലെങ്കിൽ ആ 100,000 മണി വെച്ച് ക്യാപിറ്റലായിട്ട് വെച്ചിട്ട് നമുക്ക് വേറെ ആരെങ്കിലുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമായിട്ട് ബിസിനസ്സിൽ ഏർപ്പെടാമല്ലോ. അപ്പോൾ എന്നാലും അതൊരു നല്ല കാര്യമാണെന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഇപ്പോൾ വേണ്ടത് എന്താ, ഈ പൈസ കിട്ടണം. അതിനുവേണ്ടി അച്ഛൻ ഒന്ന് മിണ്ടാണ്ടിരിക്കണം എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. നെക്സ്റ്റ്, ബാൽവിൻ വാക്സ് ടു ദ വിൻഡോ, ലുക്സ് ഔട്ട്. അതായത് വിൻഡോൻ്റെ അടുത്ത് പോയിട്ട് പുറത്തേക്ക് നോക്കുകയാണ്. ഗോഡ് നോസ് ഐ നെവർ തോട്ട് ദിസ് ഡേ വുഡ് കം. ഞാൻ ഒരിക്കലും ഇങ്ങനൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല എന്ന് പറയാണ്. ഐ നോ നോ മാറ്റർ ഹൗ യു ട്രൈ ടു എക്സ്ക്യൂസ് ഇറ്റ്. എനിക്കറിയാം നിങ്ങളെല്ലാവരും എന്ത് പറഞ്ഞാലും
ഐ നോ ദാറ്റ് ഇഫ് ഐ ടേക്ക് ദിസ് മണി ഐ ഡു എ ഡിസ്ഹോണറബിൾ തിങ്. ഞാൻ ഈ പൈസ എടുത്താൽ എന്തായാലും ഞാൻ സത്യസന്ധമല്ലാത്ത ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ചെയ്യാണ് എന്നുള്ളത് എനിക്ക് എന്നാലും അറിയാം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കറിയാം. ആൻഡ് യു നോ ഇറ്റ്, നിങ്ങൾക്കും അതറിയാം എന്ന് പറയണേ. യു ആൻഡ് യു, നീ മൂന്നുപേരെയും ചൂണ്ടിട്ട് നീയും നിനക്കൊക്കെ അറിയാം എന്ന് പറയണം. ഇതൊരു ഡിസോണറബിൾ ആയിട്ടുള്ള, ഇത് നല്ലൊരു കാര്യമല്ല, നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് എടുത്തെടുത്ത് പറയണേ. all of you, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കം അഡ്മിറ്റ് ഇറ്റ്, അത് നിങ്ങളൊക്കെ അഡ്മിറ്റ് ചെയ്യൂ. അഡ്മിറ്റ് ഇറ്റ് എന്ന് വെച്ചാൽ സമ്മതിക്കൂ, അതെല്ലാവരും സമ്മതിക്കൂ. അപ്പോൾ ജോൺ റിസോർട്ടിൽ എന്ന് വെച്ചാൽ ഒന്ന് ചിന്തിച്ചിട്ട്, നോ ബഡി എവർ ഹിയേഴ്സ് ഓഫ് ഇറ്റ്, ആരും ഇതിനെക്കുറിച്ച് അറിയുക പോലും ഇല്ല എന്ന് പറയണം. ബാൽവിൻ ബട്ട് എമംഗ് അവർ സെൽവ്സ് ജോൺ, പക്ഷെ നമ്മളുടെ ഇടയിൽ അറിയാലോ എന്ന് പറയാണ് ബാൽവിൻ. വാട്ട് എവർ വി ആർ ടു ദ വേൾഡ് ലെറ്റ് us ബി ഹോണസ്റ്റ് വിത്ത് ഈച്ച് അതർ ദ ഫോർ ഓഫ് us. അതായത് വേൾഡിന് നമ്മൾ എന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ, അതായത് ബാക്കിയുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹോണസ്റ്റ് ആവേണ്ടേ ജോൺ. നമ്മൾ 4 പേരും, അതായത് ഇവർ 4 പേരും, ബാൽവിനും മാർത്തയും ജോണും ഇവയും, നമ്മൾ 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹോണസ്റ്റ് ആവേണ്ടേ. നമുക്ക് സത്യം അറിയാലോ. വെൽ ക്വസ്റ്റ്യൻ മാർക്ക്. His gaze travels from John to Evie, whose head is bowed, from her to his wife, who is apparently busy with her knitting. He raises Martha's head, looks into her eyes. He shudders, shams. അപ്പോൾ ഇവിടെ എന്താണ്, ബാൽവിൻ ഓരോരുത്തരുടെ ഫേസിലോട്ട് നോക്കുകയാണ്. ജോണിൻ്റെ ഫേസിൽ നിന്ന് ഇവിയുടെ ഫേസിലോട്ട്, ഇവി എങ്ങനെയാണ് ഇരിക്കുന്നത്, തല താഴ്ത്തിക്കൊണ്ട്, ബോർഡ് എന്ന് വെച്ചാൽ താഴ്ത്തിക്കൊണ്ട്. പിന്നെ വൈഫിൻ്റെ ഫേസിലോട്ട്, വൈഫ് എങ്ങനെയാണ് നൈറ്റിങ്ങിലൂടെ, അതായത് ബിസി വിത്ത്, നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്, തുന്നിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. ഈ റൈസസ് മാർത്താസ് ഹെഡ്, മാർത്തയുടെ ഹെഡ് ഒന്ന് പൊക്കി വെക്കും ബാൽവിന്, എന്നിട്ട് കണ്ണിലോട്ട് നോക്കുകയാണ്. ഹീ ഷഡേഴ്സ്, അതായത് ഒരു ഷിവറിങ്ങിലൂടെ, അതായത് ദേഷ്യത്തിൻ്റെ ഇതിലൂടെ ഇങ്ങനെ ഷിവർ ആവുന്നുണ്ട്. ഷാംസ് എന്ന് ഉദ്ദേശിച്ചാൽ ഫേക്ക് എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഫേക്ക്, ലയർ, ഹൈപ്പോക്രൈറ്റ്, തീവ്, ഇങ്ങനത്തെ ഓരോ ലയർ, ഹിപ്പോക്രൈറ്റ്, ഇങ്ങനത്തെ കള്ളൻ, ചതിയൻ, വഞ്ചകൻ ഇങ്ങനത്തെ ഓരോ പേരുകളൊക്കെ പറയും എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. ആൻഡ് ഐ നോ ബെറ്റർ ദാൻ any of you, we have seen our souls naked and they stick to almighty heaven. Well, why don't you answer me? ഇതൊക്കെ ഓരോരുത്തർ വിളിക്കും എന്നാണ് പറയുന്നത്. കള്ളൻ, തെമ്മാടി, നുണയൻ, അങ്ങനെയൊക്കെ ഓരോ പേരുകൾ വരും. ഇത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ കള്ളത്തരം പറയുമ്പോൾ ഗോഡിൻ്റെ അടുത്ത് നമ്മളുടെ സോള്, ആത്മാവ് എന്താവും, സ്റ്റിങ് ചെയ്താണ്ടായിരിക്കും, അതായത് ചീത്ത സ്മെല്ലുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒന്ന് മറുപടി പറയുമെന്ന് പറയാണ്. അപ്പോൾ മക്കേറ്റിയ, ഫീബ്ലി, മക്കേറ്റിയ അല്ല കേട്ടോ, മാർത്തയാണ്, അത് പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. ഫീബ്ലി എന്ന് വെച്ചാൽ ദുർബലമായിട്ട് പറയാണ്. ഇറ്റ്സ് നോട്ട് റോങ് റോബർട്ട്, അതൊരു തെറ്റല്ല റോബോട്ട്. അപ്പോൾ ബാൽവിൻ, ഇറ്റ്സ് നോട്ട് റൈറ്റ്, അത് ശരിയുമല്ല. ജോൺ ഫേസിങ് ഹിം സ്റ്റെഡ്ലി, 100,000 ഈസ് എ ലോട്ട് ഓഫ് മണി ഡാഡ്. അപ്പോൾ ജോൺ പറയാണ്, സ്റ്റെഡ്ലി എന്ന് വെച്ചാൽ ഒരു സ്ഥിരമായിട്ട്, അതായത് അങ്ങനെ ഒരു ഉറപ്പോടെ കൂടി പറയാണ്. 100,000 എന്ന് വെച്ചാൽ കുറേ പൈസ ഉണ്ട് അച്ഛ എന്ന് പറയാണ്. ബാൽവിൻ നോഡിങ് സ്ലോലി, യു ക്യാൻ ലുക്ക് ഇൻ ടു മൈ ഐസ് നൗ മൈ സൺ, കാണ്ട് യു. അപ്പോൾ ബാൽവിൻ നോഡ് ചെയ്തുകൊണ്ട്, തല നാട്ടിക്കൊണ്ട് പറയാണ്, നിനക്ക് എൻ്റെ കണ്ണിൽ നോക്കിക്കൂടെ, സംസാരിക്ക് എന്ന് പറയാണ്. അപ്പോൾ ജോൺ വിത്തൗട്ട് മൂവിങ്, ജോൺ അനങ്ങാതെ പറയുന്നത്, ഡാഡ് വൈ ഡിഡ് യു റിഫ്യൂസ്, എന്തിനിത് വേണ്ട എന്ന് പറയുന്നു. വാസൻറ്റ് ഇറ്റ് ബിക്കോസ് യു വർ അഫ്രൈഡ് ഓഫ് വാട്ട് വി വുഡ് സേ, ഞങ്ങളെന്തെങ്കിലും പറയും എന്ന് പേടിച്ചിട്ടാണോ വേണ്ട എന്ന് പറഞ്ഞത്. അപ്പോൾ ബാൽവിൻ ആഫ്റ്റർ എ ലോങ് പോസ്, കുറച്ചു നേരം നിശബ്ദതായിട്ട് പറയാണ്, യെസ് ജോൺ, അതെ ശരിയാണെന്ന് പറയും. അപ്പോൾ ജോൺ, വെൽ നോ ബഡി വിൽ എവർ നോ ഇറ്റ്, വേറെ ആരും ഇതറിയില്ല എന്ന് പറയാണ്. അപ്പോൾ ബാൽവിൻ എക്സെപ്റ്റ് ദ 4 of us, നമ്മളൊഴികെ അല്ലാണ്ട്. അപ്പോൾ നമ്മൾ അറിയുന്നുണ്ടല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ ജോൺ, യെസ് ഫാദർ, അതെ ശരിയാണ്. അപ്പോൾ ജോൺ ലുക്സ് ഔട്ട് ആൻഡ് സേ, ജോൺ പുറത്തേക്ക് നോക്കിയിട്ട് പറയാണ്, ജോൺ സംവൺസ് കമ്മിങ്, ആരോ വരുന്നുണ്ട്. അപ്പോൾ മാർത്ത റൈസിങ് ഹെർ ഹെഡ്, മാർത്ത ഇങ്ങനെ നൈറ്റ് തുന്നിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ, അതിന് മുഖം ഒന്ന് മുകളിലോട്ട് കുട്ടിയിട്ട്, ഹൂ ഈസ് ഇറ്റ്, ആരാണത്. ജോൺ ഐ കാൺ സീ വിത്ത് സഡൻ അപ്രിഹെൻഷൻ എന്ന് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കി, എനിക്കും കാണുന്നില്ല പക്ഷെ പെട്ടെന്ന് മനസ്സിലാക്കി. ഇറ്റ് ലുക്സ് ലൈക്ക് മാർഷലിനെ പോലെ തോന്നുന്നു. ബാൽവിൻ, മാർഷലോ എന്ന് ബാൽവിൻ ചോദിക്കുകയാണ്. ദ ഡോർ ബെൽ റിങ്സ്, അപ്പോൾ ഡോർ ബെല്ലടിച്ചു. ദേ ആർ motionless as a maid enters at one side and goes out the other. The maid enters.
അപ്പോൾ എല്ലാവരും അനങ്ങാതെ നിൽക്കുകയാണ്. മെയ്ഡ് ഒരു സ്ഥലത്ത് നിന്ന് എൻട്രി ചെയ്യാണ്, എന്നിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ മെയ്ഡ് പിന്നെയും റീ എൻട്രി ചെയ്യുന്നുണ്ട്. മെയ്ഡ് ഇവിടെ ജോലിക്കാരൻ്റെ ചെറിയൊരു ക്യാരക്ടറുള്ളൂ കേട്ടോ. ദ മെയ്ഡ് എ ജെന്റിൽമാൻ ടു സി യു സർ, നിങ്ങളെ കാണാനൊരു ജെന്റിൽമാൻ വന്നിട്ടുണ്ട് സർ എന്ന് വന്ന് പറയാണ്. അപ്പോൾ ബാൽവീർ പുള്ളിങ് ഹിംസെൽഫ് ടുഗെദർ, ഹു മീ എന്നെയോ എന്ന് ചോദിക്കുന്നുണ്ട്. പുള്ളിങ് ഹിംസെൽഫ് ടുഗെദർ എന്ന് വെച്ചാൽ ആ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഇമോഷൻസൊക്കെ മാറ്റി വെച്ചുകൊണ്ട്, അതായത് കുറേ ടെൻഷനിൽ നിൽക്കുകയാണ്, അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഹു മീ എന്നെയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദ മെയ്ഡ് യെസ് സർ, അതെ നിങ്ങളെ. ദ മെയ്ഡ് യെസ് സർ, ഷീ ഹാൻഡ്സ് ഹിം എ കാർഡ് ഓൺ എ സൽവർ. സൽവർ എന്ന് വെച്ചാൽ ട്രേയിൽ കാർഡ് കൊടുക്കുകയാണ്, അതായത് വിസിറ്റിംഗ് കാർഡ് കൊടുക്കുകയാണ്. ബാൽവിൻ ഇറ്റ് ഈസ് മാർഷൽ, അതെ ഇത് മാർഷലാണ്. മാർത്ത ദ പ്രസിഡന്റ് ഓഫ് ദി തേർഡ് നാഷണലിന്റെ പ്രസിഡന്റോ? ബാൽവിൻ യെസ്, വാട്ട് ഡസ് ഹി വോണ്ട് ഹിയർ? അപ്പോൾ എന്താണ് വേണ്ടത്? അതെ ആ പ്രസിഡന്റ് തന്നെയാണ്, എന്താണ് അയാൾക്ക് വേണ്ടത് ആവോ എന്ന് പറയാണ്. ദ മേ ഷാൽ ഐ ഷോ ഹിം ഇൻ സർ. അപ്പോൾ ഷാൽ ഐ ഷോ ഹിം ഇൻ എന്ന് വെച്ചാൽ ഞാൻ ഉള്ളിലോട്ട് കൊണ്ടുവരട്ടെ, അല്ലെങ്കിൽ അയാളെ ലീഡ് ചെയ്ത് കൊണ്ടുവരട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബാൽവിൻ യെസ് യെസ് ബൈ ഓൾ മീൻസ്, ആ കൊണ്ടുപോവാ. ദ മെയ്ഡ് ഗോസ് ഔട്ട്, അങ്ങനെ മെയ്ഡ് പുറത്തോട്ട് പോവാണ്. നെക്സ്റ്റ് Martha, crossing to him quickly. Robot, be careful of what you say. You are to go on the stand tomorrow. അപ്പോൾ പെട്ടെന്ന് മാർത്ത ക്രോസ് ചെയ്തുകൊണ്ട് പറയണം, റോബോട്ട് ശ്രദ്ധിക്കണം, നിങ്ങൾ എന്താ പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം, നാളെ കോടതി പോകാനുള്ളതാണ്. അപ്പോൾ ബാൽഡ്വിൻ നെർവസ്ലി, ഒരു ടെൻഷനോടുകൂടെ പേടിയോടുകൂടെ ബാൽഡ്വിൻ പറയണേ യെസ് യെസ് ഐ വിൽ ലുക്ക് ഔട്ട്, ഞാൻ ശ്രദ്ധിച്ചോളാം. ഐ വിൽ ലുക്ക് ഔട്ട് എന്ന് വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ചോളാം എന്നാണ്. ദ മെയ്ഡ് റീ എൻറ്റേഴ്സ് ഓപ്പണിംഗ് ദ ഡോർ ഫോർ മാർഷൽ. മെയ്ഡ് വീണ്ടും എൻട്രി ചെയ്യാണ്, മാർഷലിന് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. മാർഷൽ കമ്മിങ് ഇൻ ടു ദി റൂം വെരി ബോയൻ്റ്ലി എന്ന് വെച്ചാൽ പ്ലസൻ്റ്ലി, അല്ലെങ്കിൽ ഒരു ഉത്സാഹത്തോടു കൂടെ. വെൽ സ്പെൻഡിങ് ദി ആഫ്റ്റർനൂൺ ഇൻഡോർസ്. ഹൗ ആർ യു മിസ്സസ് ബാൽഡ്വിൻ? അപ്പോൾ മാർത്തയോട് ചോദിക്കുകയാണ്, സുഖല്ലേ, ഉള്ളിലൊക്കെ ഇരുന്നിട്ട് എങ്ങനെയുണ്ട് ഇൻഡോർ ഇത് സുഖല്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ ഷേക്ക് ഹാൻഡ്സ് കോർഡിയലി എന്ന് വെച്ചാൽ ഫ്രണ്ട്ലി. ആൻഡ് യു ബാൽവിനോട് ചോദിക്കുകയാണ് സുഖല്ലേ. മാർത്ത വി വർ ജസ്റ്റ് ഗോയിങ് ഔട്ട് കം ഇവി, ഞങ്ങൾ പുറത്തേക്ക് പോവാൻ നിൽക്കുകയായിരുന്നു. ഇവിനോട് ഇവിനെയും വിളിക്കുന്നുണ്ട്. അതായത് മാർഷൽ ഹോ യു നീഡിൻ ഗോ ഓൺ മൈ അക്കൗണ്ട്, ഞാനുള്ളത് കൊണ്ട് നിങ്ങൾ പുറത്ത് പോകണം എന്നില്ല. ഓൺ മൈ അക്കൗണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഉള്ളത് കൊണ്ട്. യു ക്യാൻ ഹിയർ വാട്ട് ഐ ഹാവ് ടു സേ, എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കും കേൾക്കാവുന്നതാണ്. ഹി ടേൺസ് ടു ദ ഹെഡ് ഓഫ് ദി ഫാമിലിയുടെ ഹെഡിനെ നോക്കുകയാണ്, അതായത് ബാൽവിനെ നോക്കുകയാണ്. ബാൽവിൻ ഇഫ് യു ഫീൽ ലൈക്ക് കമ്മിങ് അറൌണ്ട് ടു ദി തേർഡ് നേഷൻ സംടൈംസ് ദിസ് വീക്ക് യു വിൽ ഫൈൻഡ് എ പൊസിഷൻ വെയിറ്റിംഗ് ഫോർ യു. അതായത് തേർഡ് നേഷൻ ബാങ്കാണ് കേട്ടോ. തേർഡ് നേഷൻ ബാങ്കിലോട്ട് നിങ്ങൾ ഈ വീക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പൊസിഷൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതായത് നിങ്ങൾക്ക് അവിടെ ഒരു ജോബ് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാണ് മാർഷൽ. തണ്ടർസ്റ്റെക്ക്, അതായത് ബാൽവിൻ അത് കേട്ടിട്ട് ഷോക്കായിപ്പോയി. ഡു യു മീൻ ദാറ്റ് മിസ്റ്റർ മാർഷൽ, ശരിക്കും നിങ്ങൾ സത്യമാണ് പറയുന്ന മാർഷൽ? അപ്പോൾ മാർഷൽ സ്മൈലിംഗ്, മാർഷൽ ചിരിച്ചുകൊണ്ട് പറയാണ് ഐ വുഡിൻ സേ ഇറ്റ് ഇഫ് ഐ ഡിഡിൻറ്റ്, ഞാൻ അങ്ങനെ സത്യമല്ലെങ്കിൽ ഞാനത് പറയില്ല എന്ന് പറയണേ. ഹി കണ്ടിന്യൂസ് മോർ സീരിയസ് ആയിട്ടുള്ളൊരു ടോക്ക് കണ്ടിന്യൂ ചെയ്യാണ്. ഐ വാസ് ഇൻ ടു സീ ഗ്രേഷം ദിസ് ആഫ്റ്റർനൂൺ, ഹി ടോൾഡ് മീ അബൌട്ട് ദ ഓഫർ ഹി ഹാഡ് മെയ്ഡ് യു. അതായത് ഞാൻ ഗ്രേഷത്തിൻ്റെ അടുത്തേക്ക് പോയിരുന്നു, ഈ വൈകിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഗ്രഷം എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് മണി ഓഫർ ചെയ്ത കാര്യമൊക്കെ ഗ്രഷം എന്നോട് പറഞ്ഞു. ബട്ട് ഹി നോ ദാറ്റ് നോ എമൗണ്ട് ഓഫ് മണി വുഡ് മേക്ക് യു ഡു സംതിങ് യു തോട്ട് റോങ്. നിങ്ങൾക്ക് തെറ്റായി തോന്നിയതൊന്നും നിങ്ങൾ എത്ര പൈസ കിട്ടിയാലും ചെയ്യില്ല എന്നുള്ളത് അവർക്ക് ഉറപ്പായിരുന്നു. ബാൽവിൻ ഹി പെയ്ഡ് യു ദ സുപ്രീം കോംപ്ലിമെന്റ്, അതായത് ഏറ്റവും നല്ലൊരു എമൗണ്ട് ആണ് നിങ്ങൾക്ക് അവർ തന്നത്. റദർ ദാൻ ഗോ ടു ദ ട്രയൽ വിത്ത് യു ടു ടെസ്റ്റിഫൈ അഗെയിൻസ്റ്റ് ഹിം ഹി കൺഫെസ്ഡ്. നിങ്ങൾക്ക് നാളെ കോടതിയിൽ ഏറ്റു പറയേണ്ട ഒരു അവസ്ഥ, അതായത് വിറ്റ്നസ് ചെയ്യേണ്ട, ടെസ്റ്റിഫൈ എന്ന് വെച്ചാൽ നമ്മൾ എവിഡൻസ് കൊടുക്കുന്നതിനാണ് കേട്ടോ. അതിൻ്റെ ഒരു ചാൻസ് ഉണ്ടാക്കി തരാതെ ഹി കൺഫെസ്ഡ്, അതായത് ശേഷം കൺഫെസ് ചെയ്തു, കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് എന്ന് പറയണേ. അപ്പോൾ ബാൽ സ്റ്റിങ് ഇൻ ടു എ ചെയർ കൺഫെസ്ഡ്, ബാൽവിൻ ചെയറിലോട്ട് പെട്ടെന്നാണ്ട് ഇരുന്നു അത് കേട്ടിട്ട്. എന്നിട്ട് ചോദിക്കുക കൺഫെസ്ഡ് കുറ്റസമ്മതമോ? മാർഷൽ ടോൾ ദി ഹോൾ സ്റ്റോറി, മാർഷൽ എല്ലാ കഥയും പറഞ്ഞു. ഹി ടേൺസ് ടു മാർത്ത, എന്നിട്ട് മാർത്തേൻ്റെ നേരെ തിരിഞ്ഞു. ഐ ക്യാൻ ഓൺലി സേ ടു യു വാട്ട് എവ്രി മാൻ വിൽ ബി സേയിങ് ടുമോറോ, എനിക്ക് നിന്നോട് ആകെ പറയാൻ പറ്റുന്നത് എല്ലാ ആളുകളും പറയുന്ന ഒരു കാര്യമാണ്. ഹൗ ഹൈലി ഐ ഹോണർ ആൻഡ് റെസ്പെക്ട് യുവർ ഹസ്ബൻഡ്, എത്രത്തോളം മാന്യനും അതേപോലെ ബാക്കിയുള്ളവർ എത്രത്തോളം ബഹുമാനിക്കുന്നുണ്ട് നിങ്ങൾ ഹസ്ബൻഡിനെ. ഹൗ സിൻസിയർലി, എത്ര നന്നായിട്ട് അവരെ എല്ലാവരും എന്താ പറയുക ഇപ്പോൾ ബാൽവിനെ
റെസ്പെക്റ്റ് ചെയ്യുകയും അതേപോലെ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാണ്. മാർത്ത സീസിങ് ഹിസ് ഹാൻഡ് പിറ്റിയസ്ലി, മാർത്ത കയ്യിൽ പിടിച്ചിട്ട് പറയാണ്, പ്ലീസ് പ്ലീസ് കാൻറ്റ് യു സീ ഹീ ഈസ് ക്രൈങ്. അപ്പം മതി മതി, അവർ കരയുന്ന കാണുന്നില്ലേ. എന്നിട്ട് കേട്ടന് വീഴുകയാണ്. അപ്പം ദി ഹവേഴ്സ് ഓഫ് ട്രൂത്ത് എന്നുള്ള പ്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ പൈസ കിട്ടും, ഗ്രഷത്തിൻ്റെ പൈസ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഗ്രഷത്തിനെ അവരെല്ലാവരും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു, ബാൽവിനിനെ സപ്പോർട്ട് ചെയ്യാണ്ടിയായി. ആദ്യമൊക്കെ അതിന് മുമ്പൊക്കെ ഗ്രഷം ബാൽവിനിനെ വിളിച്ചു എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഇവർക്ക് ഗ്രഷത്തിനോട് ദേഷ്യമായിരുന്നു. അപ്പോൾ പൈസയാണ് മെയിൻ എന്നുള്ള ഒരു ഇത് ഇവിടെ വരുന്നത്. പക്ഷേ ഇവിടെ ഈ പ്ലേയിലൂടെ നമുക്ക് എന്താ മനസ്സിലാവുന്നേ, എപ്പോഴും ട്രൂത്ത്ഫുൾ ആവാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ മിറാക്കിൾസൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അത് എന്തായാലും വിസിബിൾ ആയിരിക്കും, ആ ഒരു ട്രൂത്തിൻ്റെ പ്രതിഫലം എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ പൈസ എന്നുള്ളതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പ്ലേയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.